വീണ്ടും സ്വാഗതം. എന്തായാലും നമുക്ക് ഇനി പോകേണ്ടത് പാലക്കാടേക്കാണ്. പാലക്കാട്ടേക്ക് എന്ന് പറഞ്ഞപ്പോ മിഥുനും ഞാൻ ഒരേ സ്വരത്തിൽ ചൂടിനെ കുറിച്ച് സംസാരിച്ചു. ഇവിടെ ഇപ്പോ 7:45 ആകുന്നതേ ഉള്ളൂ. അപ്പോൾ പാലക്കാട് സ്ഥിതിവിശേഷം എന്തായിരിക്കും? ഞങ്ങൾ മറ്റേ വോട്ടോട്ടം പരിപാടിയുമായിട്ട് പാലക്കാട് ജില്ലയിൽ പോയിരുന്നു. അൺസൈക്കബിൾ എങ്ങനെയും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. ആ ചൂടിലാണ് ഈ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 2 മാസക്കാലം, 1.5 മാസം മറ്റ് സ്ഥാനാർത്ഥികളും ഏതാണ്ട് 2 മാസത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഓൾറെഡി അവിടെ പണി തുടങ്ങിയിരുന്നു. അതെ, നമുക്ക് എന്തായാലും പാലക്കാട്ടേക്ക് പോകാം. വിനേഷ് കുമാർ അവിടെ തയ്യാറാണ്. വിനേഷ്, ഭയങ്കര ചൂടാണ് ഇവിടെ. തൃശ്ശൂർ പോലും നിൽക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ കാലാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇന്ന് കൊട്ടിക്കലാശം എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ അവസാന മണിക്കൂറുകൾ ചെലവഴിക്കുക? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ? രേണുക, ഇന്ന് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രചാരണം. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നഗരത്തിനു പുറത്തുമാണ്. LDF സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ തന്നെ 6 മണിയോടുകൂടി തന്നെ മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിജയരാഘവൻ. അതേസമയം സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ നഗരം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ക്യാമ്പയിൻ നടത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നഗരത്തിലെത്തും. ഒപ്പം തന്നെ ഇവിടെ നിന്ന് റോഡ് ഷോ ആയി തന്നെയാണ് സ്റ്റേഡിയത്തിന്റെ അകത്തേക്കാണ്, അതായത് പാലക്കാട് കോട്ടയ്ക്ക് എതിർവശമുള്ള സ്റ്റേഡിയത്തിനകത്താണ് ഈ കൊട്ടിക്കലാശമുള്ളത്. ഇവിടേക്കായിരുന്നു എത്തുക. ഇത് കൃത്യം 3 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ആളുകൾ തിരിക്കും. പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി കളറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യും. പൊതുവെ പാലക്കാട് അങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്കൊന്നും ഉണ്ടാവാറില്ല. കോഴിക്കോടിനെയും വടകരയും നിന്ന് അപേക്ഷിച്ച് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അപേക്ഷിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിൽ പോലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഹലോ, തീർച്ചയായും തുടരാം. ചിത്രമനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം LDF-ന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ വളരെ അട്ടിമറി വിജയം തന്നെയായിരുന്നു UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കാൻ LDF ഒരു പോളിറ്റ് ബ്യൂറോയെ ഇറക്കിയിരിക്കുന്നു, ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇറക്കിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. BJP-യും കഴിഞ്ഞ തവണ 2 ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ച BJP വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും കൊട്ടിക്കലാശത്തിനുള്ള ഇതെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് കൊട്ടിക്കലാശം നടത്താൻ തന്നെയാണ് പാർട്ടികളുടെ എല്ലാം തന്നെ തീരുമാനം. എന്തായാലും 3 മണിയോടുകൂടി മണ്ണാർക്കാട് നിന്ന് വിജയരാഘവൻ എത്തും. ശ്രീകണ്ഠൻ നഗരത്തിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ C കൃഷ്ണകുമാറും നഗരത്തിൽ തന്നെയുണ്ട്. അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ആലത്തൂരാണ്. ആലത്തൂരിലെ 3 മണ്ഡലങ്ങളിലും ഇത്തവണ 3 സ്ഥലങ്ങളിലായാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. അതായത് K രാധാകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണൻ്റെത് വടക്കാഞ്ചേരിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ. അതേസമയം സിറ്റിംഗ് MP-യും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിൻ്റെത് ഉള്ളത് വടക്കഞ്ചേരിയാണ്, അതായത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്തുള്ള വടക്കഞ്ചേരിയിലാണ്. NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരസുവിൻ്റേത് ചിറ്റൂരാണ് ഉള്ളത്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലായാണ് കൊട്ടിക്കലാശമുള്ളത്. എന്തായാലും ഇവിടെയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് നേരെ കല്ലേറുണ്ടായത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഞാൻ ഈ ആലത്തൂർ പോയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ജനങ്ങളുടെ പ്രതികരണമൊക്കെ, ഒപ്പം തന്നെ അവസാന വട്ടത്തെ ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ. അപ്പോൾ ഇവരുടെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൃത്യമായി ഇവരോടൊക്കെ ചോദിക്കുകയും ചെയ്തു. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ്. പാട്ടും പാടി അങ്ങനെ ഇത്തവണ രമ്യ ഹരിദാസിന് ജയിക്കാൻ പറ്റില്ലാത്ത ഒരു സാധ്യത തന്നെയാണ്. കാരണം K രാധാകൃഷ്ണന്റെ ഒരു കടന്നുവരവോടുകൂടി വലിയ വെല്ലുവിളി തന്നെയാണ് UDF-നെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രധാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഇടതുമുന്നണി അവർക്ക് സാധ്യമായ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ മത്സരരംഗത്ത് ആദ്യം തന്നെ ഇറക്കി. UDF അതുകൂടി മനസ്സിലാക്കിയുള്ള
സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഇത്രമേൽ കൊഴിപ്പിച്ചത്, ഇത്രമേൽ പ്രവചനാതീതമാക്കിയത് പല ഇടങ്ങളിലും, പല അതുകൊണ്ട് മണ്ഡലങ്ങളിലും. തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിലും ഇത്രയധികം തന്നെ സർപ്രൈസുകൾ ഉണ്ടാവും, ഒപ്പം തന്നെ ആവേശമുണ്ടാകാം. ഏതൊക്കെ തരത്തിലുള്ള രീതിയിലായിരിക്കും ഇത്തവണ? നമുക്കറിയാം ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഈ പോപ്പപ്പ് ഒക്കെ ഇങ്ങനെ ഉയർത്തിവിടുകയും ഒപ്പം തന്നെ അതൊക്കെ കാണിക്കുകയും ചെയ്യുന്ന ഒരു. ശരി, എനിക്കിനി മിഥുനെ അധികം നോക്കാൻ പറ്റത്തില്ല. സൂര്യൻ ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനിവിടെ ഇത്രയും നേരം മിഥുന്റെ ഷെയ്ഡിലാണ് നിന്നത്, വെയിലടിക്കാതെ. എന്തായാലും നമുക്ക്